കുറെ ചോദ്യങ്ങൾ. പജേറോ എടുക്കണോ? പജേറോ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ മോഡ്സ് ചെയ്യണം? പജേറോ കാണിക്കാൻ പറ്റിയ വർക്ക്ഷോപ്പ് ഏതാ? ഇതാണ് ആ വീഡിയോ. മിത്സുബിഷി പജേറോ. ഇറ്റ്സ് നോട്ട് ആൻ ഈസി കാർ. എളുപ്പമല്ല. എനിക്ക് മെസ്സേജ് അയക്കുന്നവരുടെ അടുത്ത് പറയണം സെയിം സാധനം. ഇത് കുതിരയൊന്നുമല്ല. പജേറോ പേര് പോലെ തന്നെ പൂച്ചയാണ്. പക്ഷെ കുതിര കയറുന്നിടത്തും പൂച്ചയ്ക്ക് കയറാം. എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 2 വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാവും ഇതായിട്ടൊന്ന് അഡാപ്റ്റ് ആവാൻ, ഇതിനു വേണ്ട മോഡ്സ് കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ. കുറവുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്നാ ബാലികേറാമലൊന്ന് കയറി നോക്കാം എന്ന് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് വേണേൽ കൈ വയ്ക്കാം. ഓക്കെ, നല്ല തൊലിക്കട്ടി വേണ്ടി വരും. ഇതാ പൊന്നുവാനെ ഇതൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട് വണ്ടി എടുത്തിട്ട് ഡിസപ്പോയിന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഈ കാർ ഓടിക്കാൻ അത്യാവശ്യം നല്ല സ്കില്ല് വേണം. ചുമ്മാ കാലെടുത്ത് കഴിഞ്ഞാൽ പറക്കണ സാധനമൊന്നുമില്ല. പിന്നെ നല്ല മെയിൻ്റെനൻസ് ഉണ്ട്. ഇപ്പോൾ ഈ സാധാരണ കാറൊക്കെ ഉപയോഗിക്കുന്നവർ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പജേറോ ചീപ്പാണ്, അതിനങ്ങ് ചാടി കയറി വീഴും. എന്നിട്ട് പറയും മെയിൻ്റെനൻസ് ഈസ് എക്സ്പെൻസീവ്. യെസ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലും മാളിലും പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയില്ലല്ലോ. അപ്പോൾ അതിന് കോമ്പണൻസ് കൂടും, ഫ്ലൂയിഡ്സ് കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ മെയിൻ്റെനൻസ് ലീക്കുകളും വരും. കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, ജെറ്റ് ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, മെയിൻ്റെനൻസ് ചെയ്യാതെ പറ്റില്ല. മെയിൻ്റെനൻസ് ഈസ് എക്സ്പെൻസീവ്. ഇറ്റ് ഹാസ് ടു ബി ഡൺ, നോ കോംപ്രമൈസ്. Gen 3 Gen 4 പജേറോയിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിന് മോഡ് ചെയ്യാൻ വേണ്ട ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ഇല്ല, ആരും ഇറക്കുന്നില്ല അധികം, വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ്. പിന്നെ ഒന്ന് ലാക്ക് ഓഫ് മൈലേജ് ഇല്ല. ഇത്രയും നല്ല റോട്ടിൽ ആകെ 3500-3800 cc വണ്ടിയാണ്. 5 കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്ഫർ കേസും ഡിഫറൻഷ്യലൊക്കെ, ഇതിൻ്റെ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റ് ആവുന്നത് വാക്കത്തിലാണ്. ആ വാക്കം സോണിലൂടെ എപ്പോഴാണ് പോകുക നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് ഫെയിൽ ആവും. ട്രാൻസ്ഫർ കേസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോ റേഞ്ചിൽ ഇതിന് സ്പീഡ് ലിമിറ്റ് ഉണ്ട് 80. ചില പജേറോയ്ക്ക് ഓട്ടോ ഷിഫ്റ്റ് പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമ്മൾ മാനുവൽ മോഡിലാണെങ്കിലും ഒരു ഗിയറിൽ ഒരു RP എത്തി കഴിഞ്ഞാൽ അടുത്ത ഗിയറിലോട്ടങ്ങ് പോകും. ചിലപ്പോൾ കുന്നിൻ്റെ പുറത്ത്, അപ്പോൾ ഏറ്റവും തുഞ്ചത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ഇത് ഗിയർ മാറുമ്പോൾ നമ്മുടെ മൊമെൻറ്റം ലൂസ് ആവും. കുറച്ച് ടെറർ ആ സിറ്റുവേഷനൊക്കെ. ചിലയിടത്ത് RPM കട്ട് ഓഫ് 6200 എത്തി കഴിഞ്ഞാൽ RPM നേരെ താഴെ പോകും. അപ്പോൾ ഇതിനൊക്കെ ഓരോ പ്രോഗ്രാമാണ്. അപ്പം എൻ്റെ വണ്ടിക്ക് 80-ൽ ലിമിറ്റ് ഉണ്ട്, ട്രാൻസ്ഫർ കേസിലൊരു 80-ൽ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് റിമൂവ് ചെയ്യാൻ വേറെ പ്രോഗ്രാം. ഇതൊക്കെ ചെയ്യുന്നത് പല ആൾക്കാരാണ്. ഇതിനൊക്കെ ഒരു 1000-1500 നമ്മുടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ പജേറോ മോഡിഫിക്കേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഒട്ടുമിക്കവാറും കാരേഴ്സിന് ഇതിനെപ്പറ്റി വലിയൊരു വിവരമില്ല. അവർ എടുക്കാറില്ല അത്. ചിലപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതെല്ലാം റിവീൽ ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാൻ ഓർത്ത്. അപ്പോൾ നമുക്ക് മോഡ്സിലോട്ട് പോവാം. മോഡ്സ് ഉള്ളതെല്ലാം ഫംഗ്ഷനിലാണ്. കോസ്മെറ്റിക് അപ്ഗ്രേഡുകൾ എന്ന് പറയാനില്ല. നമുക്ക് ഷോക്കിൽ നിന്ന് തുടങ്ങാം. ഷോക്ക് പ്രൊഫൻഡർ 2.0 സിൽവർ ആൻഡ് ബ്ലൂ കോംബോ, റിമോട്ട് റിസർവോയർ ഉള്ളത്. ഫ്രണ്ടിൽ ഇതിന് 8 അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പിന്നിൽ 6 അഡ്ജസ്റ്റ്മെന്റ്. നല്ല ഹാർഡ് ഓഫ് റോഡൊക്കെ ആകുമ്പോൾ നമ്മളത് 8-ലിടും. റോട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ 2-ൽ വെക്കും. ഇത് പിന്നിലത്തെ ഷോക്ക് ജസ്റ്റ് മൗണ്ട് ചെയ്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സിൽവർ ആൻഡ് ബ്ലൂ കോംബോ. ഇതിൽ സ്പ്രിംഗ് സെറ്റ് 4 വീൽ ലോക്കൽ മെയ്ഡ് സ്പ്രിംഗ് ആണ്. ഇത് എനിക്ക് വണ്ടി മേടിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്, ഞാൻ മാറ്റാനൊന്നും ഒന്നുമില്ല. ഞാൻ പെർഫോമൻസ് നോക്കിയപ്പോൾ ഇത് രണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റീബൗണ്ട് എല്ലാം ഓക്കെയാണ്. സോ ഐ ആം കീപ്പിംഗ് ദിസ് സെറ്റപ്പ്. പജേറോയ്ക്ക് വേണ്ട അപ്പർ കൺട്രോളാം, ലോവർ കൺട്രോളാം, ഇതൊന്നും പ്രമുഖ ആഫ്റ്റർ മാർക്കറ്റ് ബ്രാൻഡുകൾ ആരും ഇറക്കുന്നില്ല. നമുക്ക് ആ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്റ്റെൻഡഡ് ബോൾ ജോയിന്റ് ആണ്. അപ്രാം എക്സ്റ്റെൻഡഡ് ബോൾ ജോയിന്റ് 4 വീലിൽ നിന്നാണ് നമ്മളിത് സോഴ്സ് ചെയ്തത്. ആവശ്യത്തിന് വേണ്ട വീൽ ട്രാവലും ഫ്ലക്സിങ്ങും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് കിട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മോണോക്കോക്കാണ്. 4 സൈഡിലും ആക്സിൽ വരുന്നുണ്ട്, ഡ്രൈവ് ഷാഫ്റ്റ്. അപ്പം ഡ്രൈവ് ഷാഫ്റ്റിന് ലോഡ് വരാതിരിക്കാൻ നമുക്ക് ഈ ബം സ്റ്റോപ്പ് നമ്മളൊന്ന് സ്പേസർ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ എക്സ്റ്റെൻഡഡ് ബം സ്റ്റോപ്പറും പജേറോയ്ക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് സന്തോഷകരമായ മറ്റൊരു വസ്തുത. നമുക്കിത് കസ്റ്റം തന്നെ ചെയ്യേണ്ടി വരും. വണ്ടി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഓഫ് റോഡ് പോയി വരുമ്പോൾ CV ആക്സിൽ പൊട്ടുന്ന ഇഷ്യൂസൊക്കെ ഇതുവഴി സോർട്ട് ഔട്ട് ആവും. ഓഫ് റോഡ് പോകുമ്പോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും പോപ്പോട്ട് ഒഴിവാക്കാനും വണ്ടി മറിയാതിരിക്കാനും ബീഡ് ലോക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂവൽ വീൽസിൻ്റെ D115 കോവർട്ട് ബീഡ് ലോക്കാണ്. ലൈറ്റ് ആയിട്ടുള്ള വീലാണ്. ടയർ സ്റ്റോക്ക് സൈസാണ് നമ്മൾ ഉപയോഗിക്കണം. കുറേ പേര് ടയർ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ടിട്ട് ഇതിൽ സ്പേസർ ഇട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് സ്പേസറൊന്നുമില്ല. ഇത് -15 ഓഫ്സെറ്റ് ഉള്ള വീലായതുകൊണ്ടാണ് ടയർ പുറത്തേക്ക് തള്ളിയിരിക്കണം. ഈ ലൈറ്റ് ടയർ ഈ അലോയ് വീൽസ് ഇടുമ്പോൾ എയർ ലീക്സ് ചിലവർക്കുണ്ട്, എനിക്കും ഉണ്ടായിരുന്നു. പലതരം ടയർ ഷോപ്പുകളിലും പോയി മടുത്തു. എൻ്റെ നിരന്തരമായ എയർ ലീക്ക് പ്രശ്നങ്ങൾ കാരണം ഗതികെട്ട് MTX-കാരന് ഈ റിങ്ങിന്റെ പിന്നിലിരുന്ന ഒരു ഗ്യാസ്കറ്റ് ഉണ്ടാക്കി. ഇപ്പോൾ സംഗതി ഓക്കെയാണ്, സെറ്റാണ്. അടുത്ത ഡ്യൂൺ ബാഷിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് വേണം പറയാം, സ്കിഡ് പ്ലേറ്റ്. പല സ്ഥലങ്ങളിലും സ്കിഡ് പ്ലേറ്റ് ഫ്രെയിം ഒന്നും ഇല്ലാതെ റീഇൻഫോഴ്സ് ചെയ്യാതെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ പജേറോ വെച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? അത് ഓർത്തിട്ടായിരിക്കും അവർ കൂടുതലൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഹാർഡ് ഓഫ് റോഡ് ചെയ്യുന്നവർ അതുമാത്രം പോരാ, ഇതുപോലെ ബമ്പർ ഫ്രെയിം റീഇൻഫോഴ്സ് ചെയ്യണം, സ്കിഡ് പ്ലേറ്റിന് ഫ്രെയിമും കൊടുക്കണം. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ നല്ലൊരു ഡിച്ചോ നല്ലൊരു ക്രസ്റ്റലോ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ സ്കിഡ് പ്ലേറ്റ് വളയും. റേഡിയേറ്റർ, കൂളർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. വണ്ടിയുടെ എഞ്ചിന് ഇപ്പോൾ ജെറ്റിന്റെ പവർ ഒന്നും വരുത്താൻ പറ്റിയില്ലെങ്കിലും കൂളിംഗ് സിസ്റ്റം പെർഫെക്റ്റ് ആയിരിക്കണം, ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കണം നിർബന്ധമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രില്ലുകളൊക്കെ ഒന്ന് എയർ ഫ്ലോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഗ്രില്ലിനകത്ത് നമ്മൾ ട്രാൻസ്മിഷൻ ഓയിൽ കൂളറും എഞ്ചിൻ ഓയിൽ കൂളറും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, വലുതാക്കിയിട്ടുണ്ട്. അതായത് എത്ര തിളച്ചു പറയണ സമ്മറായാലും വണ്ടി എങ്ങനെയൊക്കെ എടുത്തിട്ട് അബ്യൂസ് ചെയ്താലും ഒരു ടെമ്പറേച്ചർ ഗേജും 100 ഡിഗ്രി സെൽഷ്യസ് തൊടില്ല. വണ്ടിയുടെ എഞ്ചിൻ റൂമിനകത്ത് സ്പേസും അതിനൊരു തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കൈയൊക്കെ കിടക്കുന്ന നല്ല സ്പേസ് ഉള്ള എഞ്ചിൻ റൂമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വലിക്കുന്ന കാറ്റ് ടണൽ ലൈക്ക് സ്ട്രക്ചറിൽ പിന്നോട്ട് അങ്ങ് പൊക്കോളും. ചില വണ്ടികളുടെ എഞ്ചിൻ റൂം കണ്ടിട്ടില്ലേ, നമ്മൾ ഒരു ചില്ലറ പൈസ ഇട്ട് കഴിഞ്ഞാൽ നിലത്തെത്തൂല. ടൂളെങ്ങാനും കയ്യിൽ നിന്ന് വഴുതി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടൂള് കിട്ടില്ല, എഞ്ചിനൊക്കെ ഇറക്കേണ്ടി വരും. എഞ്ചിൻ ബ്ലോക്ക് കാസ്റ്റാനാണ്, അലുമിനിയം അല്ല. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല ക്ലിയർ ആയിട്ട് ആ ബ്ലോക്ക്. എഞ്ചിന്റെ ഓരോ സൈഡിലും ഓരോ ക്യാച്ച് ക്യാൻ വീതം കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ വഴി വരുന്ന ഫ്യൂംസ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് വണ്ടി മേടിച്ചപ്പോൾ ഉണ്ടായ സ്നോർക്കലാണ്, ഇതിപ്പോൾ വർക്കിംഗ് അല്ല. ജസ്റ്റ് ഒരു ഡ്രൈ ഫ്ലോ ക്യാൻഡൻ ഫിൽറ്റർ എഞ്ചിൻ റൂമിനെ തന്നെ ഓപ്പൺ ആക്കി വെച്ചേക്കുക. എനിക്കറിയാം ഇതിനു മുന്നേ പല സെറ്റപ്പുകളും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അതെല്ലാം എനിക്ക് പലതരം കാരണങ്ങൾ കൊണ്ട് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു. ഫ്ലോ സ്മൂത്ത് ആക്കാൻ നമ്മളൊരു സിന്തറ്റിക് ഡക്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ത്രോട്ടിൽ ബോഡി സ്പേസർ കാണാം. ഈ ഫിൽറ്റർ ഇങ്ങനെ എഞ്ചിൻ റൂമിനകത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് എയർ വലിക്കും, പെർഫോമൻസ് പോകുന്നൊക്കെ കുറെ മിത്തുകളുണ്ട്, ഞാനത് വിശ്വസിക്കുന്നില്ല. നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കൊന്നുമില്ലല്ലോ, വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ലേ. ഹോട്ട് എയർ ഉണ്ടെങ്കിൽ തന്നെ പുറത്തുനിന്നുള്ള എയർ വന്ന് റീപ്ലേസ് ആയിക്കോളും. ഇതിന്റെ OBD2 റീഡർ വഴി ഒരു തരത്തിലുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഒരു 4 തരത്തിലുള്ള ഗേജ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് വാട്ടർ ടെമ്പറേച്ചർ, ഇത് ട്രാൻസ്മിഷൻ ടെമ്പറേച്ചർ, നമ്മുടെ ക്ലസ്റ്ററിലും ഒരു കോളൻ ടെമ്പറേച്ചർ ഉണ്ട്, പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വേറെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തത്. ഇത് ഓയിൽ പ്രഷർ ആൻഡ് ഓയിൽ ടെമ്പറേച്ചർ. ഡെസേർട്ടിൽ പോകുമ്പോൾ നമ്മുടെ ട്രാക്ഷനും ABS-ഉം എയർ ബാഗും എല്ലാം ഡിസേബിൾ ചെയ്യാനുള്ള കിൽ സ്വിച്ച്. ഇത് 4 ലോയിൽ പോകുമ്പോൾ 80 km/h ലിമിറ്റ് റിമൂവ് ചെയ്യാനുള്ള സ്വിച്ച്. ഇത് അവർ തന്നെ കസ്റ്റം ചെയ്തുണ്ടാക്കിയ ജെറി ക്യാൻ ഹോൾഡറാണ്. അവർ ഇതിൽ തന്നെ ഫ്ലാഗ് പോളും ഒരു ഇൻസ്റ്റാ 360 മൗണ്ടും അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് വേറെ ബ്രാക്കറ്റ് കൊടുത്ത് മൗണ്ട് ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആണ് ഡ്രൈവിൽ. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷറും. വണ്ടി മറിഞ്ഞാൽ പോലും ഈ സാധനങ്ങളൊന്നും ഇളകി വരില്ല. പജേറോ പ്രത്യേകിച്ച് ഈ ജെൻ 3 മോഡൽസിന് തീരെ വെളിച്ചില്ല, ഹെഡ്ലൈറ്റിന് ഫോഗ് ലാമ്പിനും വെളിച്ചില്ല. അപ്പോൾ ഫോഗ് ലാമ്പ് ഞാൻ ഇതുപോലെ ഓക്സ് ബീമിൻ്റെ വെച്ചിട്ടുണ്ട്, സ്പോട്ട് ഹെഡ്ലൈറ്റ്. ടൈം വീൽസ് എന്നിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നല്ല വെളിച്ചമുണ്ട്. ഇത് രണ്ടും മോർ ദാൻ ഇനഫ് ഫോർ ഓഫ് റോഡ്. പിന്നെ അതും ഫെയിലായി കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് എന്നുള്ള നിലയ്ക്ക് 2 ഓഫ് റോഡ് ലൈറ്റ് വേറെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഓൾമോസ്റ്റ് സ്പോട്ടാണ്. ഈ സ്പ്രെഡ് ടൈപ്പ് ഓഫ് റോഡ് വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് എപ്പോഴും അകലെയുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടി ഞാൻ എപ്പോഴും സ്പോട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് രണ്ടും സ്പോട്ടാണ്. അടുത്ത എൻ്റെ ഫേവറേറ്റ് മോഡാണ് വെയിറ്റ് റിഡക്ഷൻ. 2 സീറ്റ് എടുത്ത് പള്ളേ കളഞ്ഞു. അതുപോലെ തന്നെ 2 സൺവൈസറും റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള എല്ലാ മോഡുകൾക്കും കൊടുക്കുന്ന ഒരു തരം റെസ്പെക്റ്റ് ആണ് ഈ വെയിറ്റ് റിഡക്ഷൻ. വെയിറ്റ് ഇതുപോലെ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്മൂത്താണ്. അപ്പം എല്ലാം കിട്ടിയില്ലേ? എൻ്റെ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മോഡ്സ്, കസ്റ്റം ഫാബ്രിക്കേഷൻസ്, ഇതെല്ലാം എവിടെ നിന്ന് ചെയ്തു, മെക്കാനിക്കൽ റിപ്പയർസ്, മെയിൻ്റനൻസ്. പൂച്ചനെ പറപ്പിക്കാൻ കഴിയുന്നവർക്ക് കുതിരേനെയും പുലീനെയും സിമ്പിളായിട്ട് പറപ്പിക്കാം. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. എന്തായാലും ചാവും. എല്ലാവരും പറ്റുന്ന പോലെ ചാടി ചാടി നിൽക്കുക. ഓക്കെ.